പാലക്കാട് പുലാപ്പറ്റയിൽ വ്യവസായിയുടെ വീടിന് നേരെ ആസിഡ് ബോംബ് ആക്രമണം. ഉമ്മനഴി സ്വദേശിയായ ഐസക് വർഗീസിന്റെ വീടിന് നേരെയാണ് ആസിഡ് ബോംബ് എറിഞ്ഞത്. ബിസിനസ്സിലെ വൈരാഗ്യം മൂലം മറ്റൊരു വ്യവസായി കൊട്ടേഷൻ കൊടുത്തതാണെന്നാണ് ഐസക് വർഗീസിന്റെ ആരോപണം. പതിമൂന്നാം രാത്രിയാണ് എൻ്റെ വീട്ടിലേക്ക് ആസിഡ് ബോംബ് എറിഞ്ഞത്. അത് ആരെറിഞ്ഞു എന്തെറിഞ്ഞു എന്നെല്ലാം നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ ശക്തമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും പേഴ്സണലായിട്ട് ഞങ്ങളും അന്വേഷിച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. AP കേശവദേവ് എന്ന് പറയുന്ന ദേവ ബിൽഡേഴ്സിൻ്റെ ഓണർ, അദ്ദേഹം എറണാകുളത്ത് നിന്നുള്ള കുറച്ച് ഗുണ്ടകളും കൂടിയിട്ടാണ് 2 വണ്ടികളായി വന്നിട്ട് ഇത് ചെയ്തത്. അതിൽ ഒരു വണ്ടി വെള്ള ഷിഫ്റ്റും ഒരു ബലേനോ വണ്ടിയായിരുന്നു മാറ്റിയത്. ഈ 2 വണ്ടികളാണ് വന്ന് ചെയ്ത് അതിക്രമം കാണിച്ചത്. എൻ്റെ വീടിൻ്റെ ബോർഡ് പൊളിച്ചു കൊണ്ടുപോയി വീട്ടിലേക്ക് ആസിഡ് ബോംബാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെ ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ കരിഞ്ഞ് നിൽക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ്. വീടിൻ്റെ ചുമരിൻ്റെ മുകളിലേക്ക് അത് തെറിച്ചിൻ്റെ അവിടെ കളർ പോയിട്ടുണ്ട്. അങ്ങനെ വലിയ സംഭവമാണ്. സ്ഥൂലമായ രീതിയിലുള്ള കാര്യങ്ങളാണ് കേശവദേവ് ചെയ്തത്. ഒരു പൂർവ്വ വൈരാഗ്യവും കേശവദേവായിട്ടില്ല. മാളിൻ്റെ വർക്ക് കൊടുത്തിരുന്നു. ആ വർക്ക് കൃത്യമായിട്ട് കൊണ്ടു നടക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കി എന്നുള്ളതല്ലാതെ അതിന് വലിയ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഇത് 3ാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പോൾ നടത്തിയത്. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, എന്താണ് സംഭവം? ഈ 13-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വ്യവസായിയായ ഐസക് വർഗീസിന്റെ ഉമ്മനടിയിലുള്ള വീടിന് നേരെയാണ് ആസിഡ് ആക്രമണം ഉണ്ടായത്. ഇതിൽ CCTV ദൃശ്യങ്ങളിൽ കാറുകൊണ്ട് ഈ ഐസക് വർഗീസിന്റെ വീട്ടിലേക്ക് കയറുന്നതും മറ്റും കൃത്യമായി കാണാം. ഇത് വെച്ചുള്ള പരിശോധനയാണ് ആരുടെ വാഹനമാണെന്നും ആരാണ് ഇതിന് പിന്നിലെന്നും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും മണ്ണാർക്കാട് DVSPയുടെ നിർദ്ദേശപ്രകാരം കോങ്ങാട് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മറ്റൊരു വ്യവസായിയുടെ മുൻവൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നും എറണാകുളത്തുള്ള കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചാണ് ആസിഡ് ആക്രമണം നടത്തിയത് എന്നുമാണ് പറയുന്നത്. ഇത് 3ാം തവണയാണ് സമാനമായ രൂപത്തിലുള്ള ആക്രമണത്തിനുള്ള ശ്രമം നടക്കുന്നത് എന്നും ഐസക് വർഗീസ് ആരോപിക്കുന്നു. ധന്യ. ശരി സാജിദ്.